നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിനിർണായകമായ ഒരു പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരികയാണ്. ഇന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമോ എന്നറിയില്ല. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ തലവന് ഇന്ന് കോടതി ആ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അതായത് ശബരിമല ശ്രീകോവിൽ അത് സ്വർണം പൂശുന്നത് 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പാണ്. ഏതാണ്ട് 30-35 കിലോയോളം വരുന്ന സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമല ശ്രീകോവിൽ മുഴുവൻ സ്വർണം പൊതിഞ്ഞിട്ടുള്ളത്. ശബരിമല ശ്രീകോവിലിൻ്റെ ചുമരുകൾ, അതുപോലെ തന്നെ മേൽക്കൂര, ആ ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾ, കതക്, കട്ടള ഇവിടങ്ങളിലെല്ലാം അന്ന് സ്വർണം പൂശിയിരുന്നു. എന്നാൽ അതിനുശേഷം 2019 അറ്റകുറ്റപ്പണിക്ക് എന്ന് പറഞ്ഞ് ഈ കതകും കട്ടളയും ഇളക്കിക്കൊണ്ടുപോയി അതിന് പിന്നീട് സ്വർണം പൂശുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളും കൊണ്ടുപോയി പിന്നീട് അതിനകത്ത് സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് തിരികെ എത്തിച്ചത്? ആദ്യം കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരികെ വന്നത്, അതോ അതിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ തീർച്ചയായും അറിയേണ്ടതുണ്ട്. സത്യത്തിൽ 1998 സ്വർണം പൂശുകയാണ് ചെയ്തത്. അത് മാനുവൽ വർക്കാണ്. അതായത് ചെറിയ രീതിയിൽ സ്വർണം വളരെ നേർത്ത തകിടുകളാക്കുകയും ഈ പറയുന്ന ലോഹഭാഗങ്ങളിൽ പൊതിഞ്ഞ് വയ്ക്കുകയുമാണ്, രസം ഉപയോഗിച്ച് പൊതിഞ്ഞു വയ്ക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പഴയ സാങ്കേതിക വിദ്യയാണ്. അതിന് കൂടുതൽ സ്വർണം ആവശ്യമാണ് എന്ന് മാത്രമല്ല വർഷങ്ങളോളം ഇത് നിറം മങ്ങാതെ ഇരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ 2019 ഈ പാളികൾ ഇളക്കിക്കൊണ്ടുപോവുകയും അതിലുള്ള സ്വർണം അത് ഇളക്കി മാറ്റുകയും പിന്നീട് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. സത്യത്തിൽ 5 കിലോ ആവശ്യമുള്ള 5 കിലോ സ്വർണം പൂശാൻ ആവശ്യമുള്ള ഒരു പാളി, അത് പരമ്പരാഗതമായ രീതിയിൽ സ്വർണം പൂശണമെങ്കിൽ 5 കിലോ ആവശ്യമാണ് എങ്കിൽ അത് ഇപ്പോഴത്തെ ഇലക്ട്രോപ്ലേറ്റിംഗിൽ സ്വർണം പൂശിയാൽ അതിന് 1/2 കിലോയോളം മാത്രമേ ആവശ്യം വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തി പഴയ സ്വർണ്ണപ്പാളി മാറ്റി പുതിയ പാളി കൊണ്ടുവന്ന് അതിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് വയ്ക്കുകയും ബാക്കി സ്വർണം അടിച്ചു മാറ്റുകയും ചെയ്തു എന്നതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ആ ഒരു കുറ്റത്തിനാണ് ജയിലിൽ കിടക്കുന്നത്. സത്യത്തിൽ ശബരിമലയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇത്തരത്തിൽ അടിച്ചു മാറ്റപ്പെട്ടത്? 98 ഉപയോഗിച്ച സ്വർണം നഷ്ടപ്പെട്ടുവോ? അത് എവിടെയാണ്? അത് ഈ പറയുന്ന സ്വർണം പൂശിയ രണ്ടാമത് സ്വർണം പൂശുമ്പോൾ അതിനടിയിലുണ്ടോ അതോ എടുത്തു മാറ്റപ്പെട്ടോ എന്നൊക്കെ കൃത്യമായി ശാസ്ത്രീയമായ പരിശോധനയിലൂടെ അതിൻ്റെ പഴക്കം അടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ശാസ്ത്രീയ പരിശോധന നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ശബരിമലയിൽ നിന്നും എത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കും. അത്തരമൊരു പരിശോധനാ ഫലമാണ് തത്വമയി അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ പുറത്തു വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ്. SIT രൂപീകരണത്തിന് ശേഷം അത്തരത്തിൽ അവർ ശ്രീകോവിലിൽ എത്തുകയും ഈ സ്വർണ്ണഭാഗങ്ങളിൽ നിന്നെല്ലാം സ്വർണത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് VSSCയിൽ പരിശോധനയ്ക്ക് നൽകുകയും ചെയ്തു. ആ ശാസ്ത്രീയ പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം VSSC കൊല്ലം വിജിലൻസ് കോടതിയിൽ മുദ്രവച്ച കവറിൽ സമർപ്പിച്ചിരുന്നു. ആ കവറാണ് ഇന്ന് അന്വേഷണ സംഘത്തിൻ്റെ തലവന് വിജിലൻസ് കോടതി നൽകുക. അത് ആ സീൽ പൊട്ടിച്ച് പരിശോധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ എടുത്തതിന് ശേഷമാണോ അതോ അല്ലാതെയാണോ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നറിയില്ല. എന്തായാലും തിങ്കളാഴ്ച ഈ വിശദ വിവരങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെടും. അതിനുശേഷം ഈ അന്വേഷണത്തിൻ്റെ ഗതിവിഗതികൾ മറിയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. തീർച്ചയായും ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം അത് ഇന്ന് വരെ പുറത്തു വന്ന കണക്കിൽ നിന്നും അപ്പുറത്തേക്കാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇന്ന് ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവന് ഈ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം എന്തായാലും ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്നതാകാനുള്ള സാധ്യതയുണ്ട്. എത്രമാത്രം സ്വർണം ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന കണക്കായിരിക്കും തിങ്കളാഴ്ച പുറത്തു വരിക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.